ശീരൂരിൽ സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷി വിപിനാണ് നമ്മോടൊപ്പം ഉള്ളത്. 16-ാം തീയതി എന്താണ് ആക്ച്വലി അവിടെ നടന്നത്? ഞാൻ എൻ്റെ ടയർ പഞ്ചർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാനവിടെ ആ ടയർ ഷോപ്പിൽ എത്തിപ്പെട്ടത്. ടയറിൻ്റെ ഫ്ലാപ്പും ട്യൂബൊക്കെ പോയത് മൂലം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ 2000 രൂപ ചാർജ് ആവുമെന്ന് അവിടുത്തെ ബായി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമേ ചോദിച്ചു, ഒരു 50 രൂപയെങ്കിലും കുറച്ച് തരാൻ പാടില്ലേ ബായി എന്നൊരു തമാശ രീതി ചോദിച്ചതാണ്. ആദ്യമൊന്നും പുള്ളി മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് ടയറെല്ലാം മാറിക്കഴിഞ്ഞ് ഞാൻ വണ്ടി 1.5 മീറ്ററോളം മുന്നോട്ടെടുത്തപ്പോൾ ബായി പറഞ്ഞു, എന്നാൽ ഒരു 50 രൂപ കുറച്ച് തരാം എന്നോട് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി ചെന്നു. അപ്പോൾ ഈ പൈസയും ബില്ലിലെ ചേഞ്ചും വരുത്തിയിട്ട് രണ്ടാമത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ആക്സിഡൻ്റ് അവിടെ ഉണ്ടാകുന്നത്. ആ ബായിയുടെ 50 രൂപയുടെ ഒരു ആയതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും എൻ്റെ വണ്ടിയും അർജുൻ്റെ ഒപ്പം തന്നെ അവിടെ കാണേണ്ട വ്യക്തികളായിരുന്നു ഞങ്ങൾ. വിപിന് ആ അർജുൻ്റെ വണ്ടി കണ്ടോ നേരിൽ? അർജുൻ്റെ വണ്ടിയോ അർജുനെയോ ഞാൻ കണ്ടിട്ടില്ല. ഈ മണ്ണിടിഞ്ഞ് വീണ സമയത്ത് ഈ മണ്ണ് ഇടിഞ്ഞ് വീണോട് ചേർന്നൊരു ടാങ്കർ ഉണ്ടായിരുന്നു, ഒരു ഗ്യാസ് ടാങ്കർ ഉണ്ടായിരുന്നു. ആ ടാങ്കർ അവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നു. സാധാരണ ഇത്രയും ഒരു ഇത് വരുമ്പോൾ ഏതൊരു ഡ്രൈവർമാരാണെങ്കിലും വണ്ടി എടുത്ത് അവിടെ നിന്ന് മാറ്റും. പക്ഷേ ഒരു 5 മിനിറ്റോളം നോക്കിയിട്ട് അത് കാണാത്തത് കൊണ്ടാണ് ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഒരു താക്കോൽ അതിൻ്റെ അകത്തുണ്ട്. താക്കോലുള്ളത് കാരണം കൊണ്ട് ആ വണ്ടി എടുത്ത് മാറ്റാൻ സാധിച്ചു. ആ വണ്ടി ഇപ്പോൾ സേഫാണ്. അതിൻ്റെ ഡ്രൈവർ മരണപ്പെട്ടു. അതൊരു സങ്കടം തന്നെയാണ്. ആ സമയത്ത് ആ സംഭവം നടന്നതിന് ശേഷം ആ സ്ഥലത്ത് എത്ര നേരം ഉണ്ടായിരുന്നു? അപ്പം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടോ? ഇല്ല, ഞാൻ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ മണ്ണിടിഞ്ഞ് വീണത് മൂലം എന്തായാലും വണ്ടി അങ്കോള വഴിക്ക് പാസ്സാവില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്ന് ആ ഗോകർണയിൽ നിന്ന് കട്ട് ചെയ്ത് പോണ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഈ എല്ലാപ്പൂര് വഴി. അതേക്കടെ ഞാൻ പാസ്സായി ബെൽഗാമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വണ്ടിയുടെ ഓണർ വിളിച്ചു പറഞ്ഞാൽ ഇത്രയും പേര് അതിൻ്റെ അടി പെട്ടുണ്ട്, ഒരു കേരള വണ്ടി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ കേരള ലോറി ഡ്രൈവർമാരോട് മറ്റുള്ള സ്റ്റേറ്റുകാർ കാണിക്കണ ഭയങ്കരമായിട്ടുള്ളൊരു അനീതിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വീടും കുടുംബവും വീട്ടുകാരും ഒന്നും ഇല്ലാത്ത ആൾക്കാരല്ല ഞങ്ങളും. പക്ഷേ ഞങ്ങൾ ഈ അന്യസംസ്ഥാനത്ത് പോയി ഇതെല്ലാം കൊണ്ടുവന്നിട്ട് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇവിടുത്തെ നമ്മുടെ ആൾക്കാരുൾപ്പെടെ ഇത് മേടിക്കുന്നുണ്ട്. ഒരു പട്ടിയുടെ വില പോലും നമുക്ക് തരാറില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല. ഈ സംഭവത്തിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം സൈബർ അതായത് എല്ലാ കേരള മലയാളികളും ഒന്നിച്ച് നിന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഇത്രയും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്രയെങ്കിലും അവിടെ സാധ്യമായെന്നാണ് എനിക്ക് തോന്നുന്നത്. കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇതും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അവർ ഈ ആക്സിഡൻറ്റ് നടന്ന് അരമണിക്കൂറിനുള്ളിൽ JCB വന്നു. JCB വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ടോൾ റോഡാണ്. അത് വൃത്തിയാക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു. അത് വൃത്തിയാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ കർണാടക സർക്കാരിനും ഈ പറയുന്ന അതോറിറ്റിക്കുള്ളൂ. ടോളാണ് അവരുടെ പ്രശ്നം. കാര്യം മണ്ണ് മാറ്റിയാലാണ് ടോൾ പിരിക്കാൻ പറ്റുള്ളൂ. വണ്ടി പാസ് ചെയ്താലേ ടോൾ പിരിക്കാൻ പറ്റുള്ളൂ. ടോൾ എന്നുള്ളൊരു ഇത് മാത്രമാണ്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് എത്ര പേര് പോയി, എങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണെന്നൊന്നും ഇവർക്ക് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷേ ഇവരുടെ സംസ്ഥാനം, കർണാടക സംസ്ഥാനത്തിലെ ആൾക്കാർ, മഹാരാഷ്ട്രത്തിലെ ആൾക്കാർ, ഏത് സംസ്ഥാനം ആയിക്കോട്ടെ, കേരളത്തിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി പണ്ടേ പുള്ളിയുടെ ജീവനും കിട്ടിയാനെ, വണ്ടിയും കിട്ടിയാനെ. എന്തുകൊണ്ട് കേരളക്കാരോട് മാത്രം ഇങ്ങനൊരു അവഗണന കാണിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ വണ്ടിയുടെ അർജുൻ്റെ ലോറിയുടെ ഓണർ വരെ തല്ലുകയും ചെയ്തു. എന്തിൻ്റെ പേരിൽ അവർ തല്ലിയതെന്ന് നമുക്കറിയാൻ പാടില്ല. ഇതിപ്പോൾ കാണിക്കണത് മോശമായിട്ടുള്ള ഇതുകൊണ്ടാണ്, കർണാടക സർക്കാരിൻ്റെ അലംഭാവം കൊണ്ടാണ് ഇത്രയും 10 ദിവസമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. പാവം ഇനി വണ്ടി പൊക്കിയാലും ജീവിച്ച് വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ക്യാബിനിൽ തന്നെ ഉണ്ടാവുമോ? അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും നമ്മളെ സംബന്ധിച്ചില്ല. ഞാൻ ഏറ്റവും ആദ്യം കാണുന്ന മലയിടിച്ചിൽ എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൻ്റെ ഇവിടെ ഒരു ടാങ്കർ, പുഴയിൽ പോയൊരു ടാങ്കറുണ്ട്. ആ ടാങ്കർ ആ കടയോടിൻ്റെ ചേർന്നാണ് പാർക്ക് ചെയ്തിരുന്നത്.
അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇതാണ് ആദ്യം വന്നത്. പക്ഷേ ഈ മല ആദ്യം മുകളിൽ നിന്നല്ല വന്നത്, സെൻറ്ററിൽ നിന്ന് ഇടിഞ്ഞത്. ആദ്യം സെൻറ്ററിൽ നിന്ന് പോന്നിട്ടാണ് പിന്നെ മുകളിലും താഴ്ത്തുമായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഇത് അവിടെ നിന്ന് വന്നത്, ഓരോ പോർഷനായിട്ട്. അപ്പോൾ ആദ്യത്തെ ആ മലയിടിച്ചിലിൽ തന്നെ ഈ ലക്ഷ്മി ട്രീസ് അടക്കം പോയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം ആ ഒരു ബൾക്ക് ടാങ്കർ ഗ്യാസ് ഫുൾ ലോഡായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ ടാങ്കർ പുഴയിലേക്ക് അത്രയും സ്പീഡിൽ തെറിച്ച് പോകണമെങ്കിൽ അത്രയും പവർ ഉണ്ടാവും. പിന്നെ ആ ടാങ്കർ വീഴുന്നതിൻ്റെ ആഘാതത്തിലാണോയെന്ന് എനിക്ക് അറിയില്ല. ആ പുഴയിലെ വെള്ളം റോട്ടിലോട്ട് വന്ന് കയറി. അതൊക്കെ നേരിട്ട് കണ്ട ഒരു മനുഷ്യനാണ്. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകണം. കേരളത്തിൽ നിന്ന് നാസിക് പാണ്ടിപ്പാറ, കട്ടപ്പന പാണ്ടിപ്പാറ എന്നാണ് നമ്മുടെ ലോഡ്. കാൽബറീസിൻ്റെ കമ്പനിയിലേക്കാണ് നമുക്ക് ലോഡ്. കൊക്കോക്കായാണ് അത് കയറ്റിക്കൊണ്ട് പോണ വഴിയാണ്. അപ്പം ഞാൻ മാറ്റിയിട്ട ടാങ്കർ എൻ്റെ വണ്ടിയുടെ നേരെ ഓപ്പോസിറ്റാണ് കിടന്നത്. അതായത് ഇപ്പോൾ പറയപ്പെടുന്ന അർജുൻ്റെ ലോറി ഉണ്ടായിരുന്നതിൻ്റെ ആ ലൊക്കേഷൻ തന്നെയാണ് ഈ ടാങ്കറും കിടന്നത്. എന്തായാലും അത് ദൈവാനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. ഇതായത് ഈ ആക്സിഡൻറ്റ് നടക്കണതും അങ്കോള എന്നുള്ള സ്ഥലം തമ്മിൽ 10-12 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. നമ്മൾ അങ്കോളയിൽ ചെന്നിട്ട് വഴത്തേക്ക് ആ പാലത്തിൻ്റെ ഉള്ളിക്കൂടെ പോകുമ്പോഴാണ് എല്ലാപ്പൂര് വഴി. സ്ട്രെയിറ്റ് പോകുമ്പോഴാണ് കാർവാർ, കൺകോണ, ഗോവ ആ റൂട്ട്. കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. തീർച്ചയായും. തടി ഇപ്പോൾ 12 കിലോമീറ്റർ അകലെ, ഈ പുഴയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ നിന്ന് അർജുൻ്റെ വണ്ടിയിലെ തടി ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്. അതിപ്പോഴും ഓർക്കുമ്പോഴും എല്ലാം ഒരു സങ്കടം തന്നെയാണ്. ഇനിയിപ്പോൾ യാത്ര ചെയ്യുമ്പോഴും പിന്നെ ആ ഒരു ഇതുണ്ടാവും. പക്ഷെ അത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ.